പാലക്കാട് ബി.ജെ.പി ഇത്തവണ താമര വിരിയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. നഗര കേന്ദ്രീകൃത മേഖലയിലൊക്കെ ബി.ജെ.പിക്ക് വലിയ വേരോട്ടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ ഇത്തവണ വോട്ട് എണ്ണിയപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് വ്യക്തമായ ഒരു ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അല്ല, ആദ്യമേ എനിക്ക് വലിയ നിരാശയുണ്ട് ബി.ജെ.പി തോറ്റുപോകുന്നതിൽ. ഞാൻ ബി.ജെ.പിക്കാരനായതുകൊണ്ടല്ല. ഒരു ചാനലിലിരുന്ന് നമ്മളിങ്ങനെ ബി.ജെ.പി തോറ്റുപോയതിൽ നിരാശയുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. ശരിയല്ല എന്ന് തന്നെ പറയാം. എന്നാൽ പോലും എന്തുകൊണ്ട് നിരാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമസഭയിൽ 140 MLA-മാരുണ്ട്. 140 MLA-മാർക്കും ഒരേ സ്വരമാണ്. ഇപ്പോൾ രാജ്യത്തെ ജനങ്ങളെ വല്ലാതെ ബാധിക്കുന്ന വഖഫ് മുനമ്പത്തുകാരൊക്കെ അറബിക്കടലിൽ ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു ഇഷ്യൂ വന്നപ്പോൾ പോലും യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാതെ വോട്ട് മാത്രം ലാക്കാക്കി ഒരേ സ്വരത്തിൽ 25 ക്രിസ്ത്യൻ MLA-മാരുണ്ട്. അപ്പോഴാണ് മുനമ്പത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർ ജീവിതം വഴിമുട്ടി നിൽക്കുന്നത്. അപ്പോൾ പോലും അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയായിരുന്നു. ഒരാളെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മറിച്ച് സംസാരിക്കാൻ, അങ്ങനെയല്ല ഇങ്ങനെയാണ് വസ്തുത എന്ന് പറയാൻ നിയമസഭയിൽ ആളില്ലാത്ത അവസ്ഥ. കാരണം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയാണ്, ഒരേ മുന്നണിയാണല്ലോ അല്ലേ? കേരളം വിട്ട ഇവരൊന്നാണ്. അപ്പോൾ ഒരേ മുന്നണി പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുന്ന സ്ഥിതിയൊന്നും മാറണം. അതിന് ബി.ജെ.പി എങ്കിൽ ബി.ജെ.പി, ഒരു സ്വതന്ത്രമെങ്കിൽ സ്വതന്ത്രൻ അസംബ്ലിയിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യ വിശ്വാസിയാണ് ഞാൻ എന്നതുകൊണ്ടാണ് പാലക്കാട് എന്നെ നിരാശപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത്. കൃഷ്ണകുമാർ ജയിക്കേണ്ടതായിരുന്നു. അത് ബി.ജെ.പി സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനാധിപത്യത്തിൽ വേറിട്ടൊരു സ്വരം നിയമസഭയിൽ മുഴങ്ങാൻ വേണ്ടി ഒരാൾ വേണമായിരുന്നു. പക്ഷേ എനിക്ക് വല്ലാത്ത നിരാശ തോന്നുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമായി എടുക്കേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതെന്താണ് സംഭവിച്ചതെന്ന് ബി.ജെ.പി പറയട്ടെ. നമ്മൾ ഈ കരക്കിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി.ജെ.പിയാണ്. കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് പാലക്കാടിൻ്റെ മുക്കും മൂലയും അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തെ അറിഞ്ഞുകൂടാത്ത ആളുകൾ ആരുമില്ല. അദ്ദേഹത്തിന് അത് അറിഞ്ഞുകൂടാത്ത ആളുകൾ ഉണ്ടാവത്തില്ല. കാരണം എത്രയോ തെരഞ്ഞെടുപ്പുകൾ അല്ലേ? ഇപ്പോൾ സന്ദീപ് വാര്യരുടെ ഒരു ആക്ഷേപം വന്നു. പാൽ സൊസൈറ്റി വന്നാൽ കൃഷ്ണകുമാർ, പഞ്ചായത്ത് ഇലക്ഷൻ വന്നാൽ കൃഷ്ണകുമാർ, മുനിസിപ്പൽ ഇലക്ഷൻ വന്നാൽ കൃഷ്ണകുമാർ, പാർലമെൻറ്റ് ഇലക്ഷൻ വന്നാൽ കൃഷ്ണകുമാർ, നിയമസഭാ ഇലക്ഷൻ വന്നാൽ കൃഷ്ണകുമാർ. അങ്ങനെ മത്സരിച്ചിരിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് വോട്ടുകൾ കുറയുന്നു? അതായത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദൂരമുള്ളൂ അല്ലേ? അധികം താമസിയാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ബി.ജെ.പി ഭരിക്കുന്ന ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റികളിലൊന്ന്, അത് അപൂർവം വേറെ മുനിസിപ്പാലിറ്റി ഇല്ല, ഏക മുനിസിപ്പാലിറ്റി. പിന്നെ തിരുവനന്തപുരം പന്തളമുണ്ട്. പന്തളം ഒഴിച്ച കിട്ടിയത് ഇവിടെയായിരുന്നു. അതെ. പിന്നെ തൃപ്പൂണിത്തുറയിൽ കുറേ കൗൺസിലർമാരുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. ഇങ്ങനെ ഇതൊക്കെ ഒഴിച്ചാൽ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തുന്ന മുനിസിപ്പാലിറ്റി ഓർക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുനിസിപ്പൽ കെട്ടിടത്തിൻ്റെ മുകളിൽ ജയ് ശ്രീറാം എന്ന് ബാനർ വലിച്ചു കെട്ടി. അപ്പോൾ പാലക്കാടിനെ കുറിച്ചൊരു ബി.ജെ.പിക്കാർക്ക് വലിയൊരു സ്വകാര്യ അഹങ്കാരം ഉണ്ടായിരുന്നു. പാലക്കാടൻ കോട്ട ഞങ്ങളുടേതാണ്, പാലക്കാട് വീട്ടുന്ന കരിമ്പനകളിൽ വീശുന്ന കാറ്റിന് കാവി നിറമാണെന്നൊക്കെ അലങ്കാരികമായി പറയുന്ന ബി.ജെ.പിക്കാരുണ്ടായിരുന്നു. പക്ഷേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ലഭ്യമായ, ഞാൻ ചാനലുകളിൽ കേട്ടതാണ്, മുനിസിപ്പാലിറ്റിയിൽ പോലും 7000-ഓളം വോട്ടുകൾ കൃഷ്ണകുമാറിന് കുറഞ്ഞു എന്ന് ഏഷ്യാനെറ്റ് പറയുന്നത് കേട്ടോ. എനിക്കറിയില്ല, ഏഷ്യാനെറ്റിനെ കോട്ടിയാണ്, ഒരു ഡാറ്റയും നമ്മൾ നോക്കിയിട്ടില്ല. അത് വല്ലാത്തൊരു അലാമിങ് സിറ്റുവേഷനാണ്. കാരണം ഇങ്ങനെ പോയാൽ അടുത്ത പ്രാവശ്യം മുനിസിപ്പാലിറ്റി ഭരണം കിട്ടുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. പരിശോധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം. ഇതാണ് ഡാറ്റ എങ്കിൽ ഉറപ്പാണ് മുനിസിപ്പൽ ഭരണം കൂടെ പോവുകയാണ്. എന്നാൽ പോലും ബി.ജെ.പിക്ക് 2ാം സ്ഥാനം ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ വരുന്നതനുസരിച്ച് പോലും LDF-ഉമായിട്ട് ഏതാണ്ട് 10,000 വോട്ടുകളുടെ വ്യത്യാസം ഇപ്പോഴും LDF ആയിട്ട് ബി.ജെ.പി ഒറ്റയ്ക്കാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിയും അപ്പുറത്ത് ഐക്യ ജനാധിപത്യ മുന്നണി എന്നുള്ള 2 മുന്നണികൾക്ക് ഒപ്പം ബി.ജെ.പി ഒറ്റയ്ക്ക് മത്സരിക്കുക. ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന് അങ്ങനെ പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ 2006 ഏകദേശം പാലക്കാട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ജോലി ചെയ്തിരുന്നു. ആ 2006 ആ സമയത്താണ് V.S. അച്യുതാനന്ദൻ മലമ്പുഴയിൽ മത്സരിക്കാൻ ആദ്യമായിട്ട് വരുന്നത്. പിന്നീട് മുഖ്യമന്ത്രിയാണ്. ആ സമയം മുതൽ പാലക്കാടിൻ്റെ ഒരു കൾച്ചർ എനിക്കറിയാം. അപ്പോൾ അവിടുത്തെ ഒരു ജനങ്ങൾ എന്ന് പറയുന്നത് രാവിലെ ഇപ്പം കൽപ്പാത്തി, അഗ്രഹാരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് നഗരത്തിൽ. അവിടുത്തെയുള്ള ആളുകൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് അമ്പലത്തിൽ പോയി അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ ശനിയോ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ പോകും. ഇതങ്ങനെയല്ല, എല്ലാ ദിവസവും പോകും. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും പോയി ആളുകൾ തമ്മിൽ പരസ്പരം
പരസ്പര സഹകരണം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ BJP അവിടെ വലിയൊരു സഹകരണമുണ്ട്. ഈ ശിവരാജൻ എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു അന്ന് BJP സംസ്ഥാന സമിതി അംഗം. അദ്ദേഹം പിന്നീട് വൈസ് ചെയർമാനൊക്കെ ആയി. അദ്ദേഹം ശോഭാ സുരേന്ദ്രന്റെ അനുകൂലമായി നിലപാടെടുക്കും. അന്ന് അതിനുശേഷം അന്ന് കൃഷ്ണകുമാർ ഒരു കൗൺസിലറായി മത്സരിക്കുന്നുള്ളൂ. കൃഷ്ണകുമാറിന്റെ വളർച്ചയുടെ തുടക്കമൊക്കെ ആയിരുന്നു. പിന്നീട് കൃഷ്ണകുമാറിന് നല്ല സ്വാധീനം ഉണ്ടായി, നല്ല പെരുമാറ്റമാണ്, ആളുകളുമായി നല്ല ഇടപെടലുണ്ടായി, ജെന്റിൽമാനാണ്. അതെ. പക്ഷേ ആരോപണം വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ തെരഞ്ഞെടുപ്പിലും കൃഷ്ണകുമാറിന് മത്സരിക്കണം. കൃഷ്ണകുമാറിന് മത്സരിക്കാൻ നഗരസഭയിൽ പറ്റിയില്ലെങ്കിൽ കൃഷ്ണകുമാർ ഭാര്യയെ മത്സരിപ്പിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണം BJPക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ പരിശോധിക്കണം. ഇപ്പോഴും BJPക്ക് പ്രതികൂലമായ ഒരു കാലാവസ്ഥയൊന്നുമല്ല. എന്നിട്ട് പോലും പാലക്കാട്ട് BJPയുടെ സ്ഥാനാർത്ഥി പിന്നിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ സ്ഥാനാർത്ഥിയോടുള്ളൊരു എതിർപ്പാണെങ്കിലോ. കാരണം മലമ്പുഴയിൽ മത്സരിച്ചപ്പോൾ പോലും കൃഷ്ണകുമാർ 2ാം സ്ഥാനത്തെത്തി. അത്രയും ജനകീയനായിരുന്നു. അങ്ങനെ ജനകീയനായ ഒരാൾ എന്തുകൊണ്ടാണ് പാലക്കാട് നഗരം ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ പിന്നോക്കം പോയതെന്ന് വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ട കാര്യമല്ലേ? നമ്മൾ എല്ലാ ദിവസവും പാൽപ്പായസം കുടിക്കാതിരിക്കട്ടെ. എല്ലാ ദിവസവും പാൽപ്പായസം കുടിച്ചിട്ട് ഒരു ദിവസം പിറ്റേ ദിവസം സിനുവിൻ്റെ മുന്നിൽ പാൽപ്പായസവും നെയ്പ്പായസവും കൂടെ കൊണ്ടുവച്ചാൽ ഏതെടുക്കും? ഞാൻ നെയ്പ്പായസം എടുക്കും. സ്വാഭാവികമാണ്, അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം ഒരു പക്ഷേ നിരന്തരമായി മത്സരിച്ച് തോൽക്കുന്ന ആളുകളോട് സഹതാപം ഉണ്ടാവാറുണ്ട് അല്ലേ? അതെ, ഉണ്ടാവും. ആ സഹതാപത്തിൻ്റെ ഫാക്ടർ അവിടെ വർക്ക് ചെയ്തില്ല. ഇല്ല. ഒരു സ്ഥാനാർത്ഥിയെ മടുത്തു എന്നാണോ സൂചന? അതാണ് അത് ചിലപ്പോൾ ഒരു ഫാക്ടർ ആയിരിക്കാം. മാത്രമല്ല പകരം വരുന്നത് ഇപ്പോൾ സിനു പറഞ്ഞ പോലെ അവിടെയുള്ള ആളുകളൊക്കെ അഗ്രഹാരത്തിൽ നിന്നും അല്ലാതെയുള്ള ആളുകളൊക്കെ അമ്പലങ്ങളിൽ പോകുന്നു. ഒരു റിലീജിയസ് പ്രാക്ടീസിങ് ഹിന്ദുസ് ആണ് അല്ലേ? ഹിന്ദുക്കൾ 2 തരത്തിലുണ്ട്. പ്രാക്ടീസിങ് അല്ലാത്ത ഹിന്ദുക്കളുമുണ്ട്, പ്രാക്ടീസിങ് ഹിന്ദുക്കളുണ്ട്, മൂന്നാമത്തെ ഉണ്ട് വെറും ജന്തുക്കളായ ഹിന്ദുക്കളുണ്ട്. അപ്പോൾ 2 കൂട്ടരെ നമ്മൾ കൂട്ടുന്നുണ്ട്. ഈ പ്രാക്ടീസിങ് ഹിന്ദുക്കളായിരിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഓർക്കുന്നില്ലേ? അതെ അതെ. അപ്പോൾ ഇത് രാഹുലാണല്ലോ, ഒരു ഹിന്ദു ആണല്ലോ എന്ന് തോന്നൽ വന്ന് കാണും. പക്ഷേ അതൊരു അപകടകരമായ കാര്യമാണ് BJP സംബന്ധിച്ചിടത്തോളം. BJP നമ്മൾ പറയുന്നത് CPM-നെ പോലെ ഒരു കേഡർ പാർട്ടിയാണെന്നൊക്കെയാണ് പറയുന്നത്. അത്ര കേഡറാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കേഡർ പാർട്ടി ആയിരിക്കെ BJPയുടെ ബേസ് വോട്ടുകൾ മാറിപ്പോവുക എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അത്തരം ബേസ് വോട്ടുകളെ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ BJPക്ക് എടുക്കാൻ കഴിയുന്നില്ലേ എന്നൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ അടിസ്ഥാന വോട്ടുകൾ എന്തു വന്നാലും BJPക്ക് മാത്രം കുത്തുന്ന വോട്ടുകൾ മറിഞ്ഞുപോയി എന്നുള്ള ഒരു ഘടകം. രണ്ടാമത്തത് ഒരു സിനു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നേതാവിൻ്റെ മുഖം മാത്രം ഉണ്ടായി വരിക എന്നുള്ളത്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ മുഖം ദേശീയ തലത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ അമിത്ഷായുണ്ട്, യോഗിയുണ്ട്, ഇപ്പോൾ ഹിമന്തയുണ്ട്, എത്രയോ ആളുകൾ വളർന്നു വരുന്നുണ്ട്. 2-3 അതെ. പാലക്കാട് അങ്ങനെ ഒരു 2ാം നിര ഉണ്ടായി വരുന്നില്ല എങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. അതെ. പിന്നെ ഈ പറഞ്ഞതുപോലെ സിനു പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുള്ളത്, എല്ലാ ഇലക്ഷനിലും എനിക്ക് മത്സരിക്കണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കും എന്ന് കൃഷ്ണകുമാർ ശടിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് അല്ല, കൃഷ്ണകുമാർ ശടിക്കുന്നു പറഞ്ഞില്ല, അവിടുത്തെ BJP പ്രവർത്തകർ ആരോപണം അല്ല, അത് കൃഷ്ണകുമാർ അങ്ങനെ ആകുന്നു, അങ്ങനെ എടുക്കുന്നു, നേടിയെടുക്കുന്നു അല്ലേ? അത് ശരിയാവും. കാരണം ഒരു പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. അതെ, പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആര് മത്സരിക്കണമെന്ന്. പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിക്കും. ഇപ്പോൾ എവിടെയോ ഇതൊന്നും ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഈ അവിടെ വോട്ടിംഗ് മറ്റോ വന്നു, കൃഷ്ണകുമാറിൻ്റെ പേരും സുരേന്ദ്രൻ്റെ പേരും സന്ദീപ് വാര്യരുടെ പേരും വന്നു. സന്ദീപ് വാര്യന് 2 വോട്ടേ കിട്ടിയുള്ളൂ. ഏറ്റവും കൂടുതൽ വോട്ടുകൾ അനുകൂലമായി വന്നത് കൃഷ്ണകുമാറിനാണ്. 2ാം സ്ഥാനത്താണ് സുരേന്ദ്രൻ വന്നത് എന്നൊക്കെയുള്ള പല കഥകളുണ്ട്. ഇതൊക്കെ എനിക്കറിയില്ല, അത് ഒഫീഷ്യൽ വെർഷനൊന്നുമല്ല, കേട്ട് കഴിവികളാണ്. അപ്പോൾ സന്ദീപ് വാര്യർ ഏറ്റവും മോശമായിരുന്നു, ഏറ്റവും താഴെ. കൃഷ്ണകുമാറിന് പാർട്ടിക്കകത്ത് കൃഷ്ണകുമാറിന് അനുകൂലമായി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥി ആവട്ടെ എന്ന് വന്നു. ഇതിനകത്ത് ഒരുപാട് അടിയൊഴുക്കുകളൊക്കെ ഉണ്ടാവും. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ പാൽപ്പായസം പറഞ്ഞ പോലെ ഒരു പുതിയൊരാളെ പരീക്ഷിച്ച് നോക്കാം, ആ ചെക്കനും നമ്മുടെ ഒരു ചെക്കനാണല്ലോ എന്ന തോന്നൽ ഒരു പക്ഷേ ഹിന്ദു വോട്ടർമാർക്ക്, ഞാൻ BJP വോട്ടർമാരെന്നല്ല പറയുന്നത്, ഹിന്ദു വോട്ടർമാർക്ക് ഉണ്ടായിരിക്കാം. ഇപ്പം കേരളത്തിൽ എനിക്ക് തോന്നുന്നു പലയിടത്തും ഹിന്ദു വോട്ടർമാരെ BJP വോട്ടർമാരായി പൂർണ്ണമായും കൺവേർട്ട് ചെയ്യാൻ BJPക്ക് പറ്റുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു ആരോപണം പറയാറുള്ളതെന്നറിയോ? ഒരു വലിയ ആക്ഷേപമാണ്. ആ ആക്ഷേപം ഇപ്പോൾ തെറ്റി. കാരണം വിന്നബിലിറ്റി, BJP ജയിക്കും എന്നൊരു തോന്നൽ വന്നാൽ ഹിന്ദുക്കളൊക്കെ BJPക്ക് ഒട്ടിക്കും. പലപ്പോഴും BJP ജയിക്കത്തില്ല എന്ന് വരുമ്പോഴത്തേക്ക് എന്നാൽ നമ്മുടെ പ്രധാന ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യാം. അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഒരു 10 മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 10 മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്താണ്. 10 മണ്ഡലങ്ങളിൽ ജയിക്കാം. എനിക്ക് തോന്നുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 10 മണ്ഡലങ്ങളിൽ വിന്നബിൾ കാൻഡിഡേറ്റ് BJPയുടെ ആണ് എന്ന് വന്നാൽ ഈ 10 BJP ജയിച്ചേക്കാം. പക്ഷേ അതൊരു പൊതു സിദ്ധാന്തമാണ്. പക്ഷെ ആ സിദ്ധാന്തമാണ് ഇപ്പോൾ പാലക്കാട് മാറിയത്. പാലക്കാട് വിന്നബിലിറ്റി ശ്രീ കൃഷ്ണകുമാറിനാണെന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാവരും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിനെ പരാജയപ്പെടുത്താൻ BJP ഒരു കാരണവശാലും ജയിക്കരുതെന്നുള്ള വാശിയോടെ ഇടതുപക്ഷവും വലതുപക്ഷവും അല്ല പ്രവർത്തിച്ചത്, മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളോടാണ് കൃഷ്ണകുമാർ മത്സരിച്ചത്. എന്തെല്ലാം ഇഷ്യൂസ് പാലക്കാടുമായി ബന്ധപ്പെട്ടുണ്ടാക്കി. എന്നിട്ടും അതിനെയൊക്കെ മറികടന്ന് ഒരു വിന്നബിൾ കാൻഡിഡേറ്റ് ആണെന്നുള്ള
ഒരു ഇമേജ്, ആ ഇമേജിൻ്റെ ഒരു പോസിറ്റീവ് ഘടകം എന്തുകൊണ്ട് കൃഷ്ണകുമാറിന് കിട്ടിയില്ല എന്നത് ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ സിനു നമ്മൾ നേരത്തെ വെറുതെ ടീ ബ്രേക്കിന് ഇരിക്കുമ്പോൾ സിനു എന്നോട് പറഞ്ഞില്ലേ, സുരേന്ദ്രനാണെങ്കിൽ സുരേന്ദ്രൻ ജയിച്ചേക്കും. അതെ, സ്വാഭാവികമായി അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കളൊക്കെ കരുതുന്നുണ്ട് സുരേന്ദ്രൻ്റെ അവസാന ടീമിലേക്കാണ്, അധ്യക്ഷ പദത്തിൻ്റെ അവസാന ടീമിലേക്ക് പോകുന്നു. സുരേന്ദ്രനെ മത്സരിപ്പിച്ചുകൂടെ? ശരിയാണ്, സുരേന്ദ്രൻ്റെ അവസാന ടീമിലേക്ക് പോകുന്നുണ്ട് പറയാൻ കാരണം എന്താ? അല്ല, സുരേന്ദ്രൻ അധ്യക്ഷ പദവി ഈ തവണ മാറിയേക്കും എന്ന് പറയുന്നത്. അതെ, മാറിയേക്കും. അപ്പോൾ സുരേന്ദ്രൻ കോന്നി മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ കോന്നി മേഖലയിൽ ഹിന്ദു വോട്ടുകൾ ഒരുപാട് ഒന്നിച്ചുകൂടിയും ശബരിമല പ്രശ്നം ഉണ്ടായപ്പോഴൊക്കെ അത് സുരേന്ദ്രൻ അതൊക്കെ വിടുക. അതിനപ്പുറത്ത് മഞ്ചേശ്വരത്ത് 2 അക്ക വോട്ടിനാണ് സുരേഷ്. അപ്പോൾ അത്രയും ഇമേജ് ഉണ്ട്, ഒരു ക്ലീൻ ഇമേജ് ഒക്കെ ഉള്ള വ്യക്തി തന്നെയായിരുന്നു സുരേന്ദ്രൻ. തന്നെയാണ് ഇപ്പോഴും. അതെ, ആ സുരേന്ദ്രനെ വേണമെങ്കിൽ അവിടെ മത്സരിപ്പിക്കാൻ ഒരു തീരുമാനം എടുക്കാമായിരുന്നില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ ഈ കൃഷ്ണകുമാർ വളരെ ജനകീയനാണ്, എല്ലാ ആൾക്കാരുമായി നന്നായി ഇടപഴകി നല്ല പെരുമാറ്റവും നല്ല ബന്ധങ്ങളും സൂക്ഷിക്കുന്നു. ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരമായി കണ്ടുമടുക്കുന്ന ഇയാൾക്കൊന്ന് മാറി ഇന്നൂടെ, അല്ലെ ഇയാളുടെ ഭാര്യയല്ലേ കൗൺസിലർ എന്ന് ചിന്തിച്ച് തുടങ്ങിയ ആളുകളായിരിക്കും ഒരുപക്ഷെ മാറി ചിന്തിക്കും. കാരണം പാലക്കാട്ടെ നഗരത്തിലടക്കം ഉള്ളവർ കൂടുതലും കച്ചവടക്കാരാണ്. ഒരു ഹിന്ദു സമുദായത്തിൽ ഇപ്പം അവർ തന്നെ ഈ കച്ചവടത്തിലൊക്കെ വ്യാപാര മേഖലയിൽ ഹിന്ദുക്കൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. ബാക്കിയുള്ളിടത്ത് അങ്ങനെയല്ല, പോലും അങ്ങനെയല്ല. അല്ല, മുഴുവൻ കച്ചവടം ഇപ്പം ഒരു പ്രത്യേക സമുദായത്തിൽ പെട്ട ആൾക്കാരാണ്, അവരാണ് ആ കച്ചവടം പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അമ്പലത്തിൽ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇവരെല്ലാം കാണുമ്പോൾ ഇവരുടെ ആ സന്തോഷവും സ്നേഹവും ഒക്കെ നമ്മൾ ഒരു നാട്ടിലും കാണാൻ പറ്റാത്ത അത്ര ഐക്യമാണ്. ഈ ഐക്യത്തിൽ ഉൾപ്പെട്ട ആൾക്കാർ എവിടെയെങ്കിലും മാറി ചിന്തിച്ചു എന്ന് ഉറപ്പിച്ചു പറയാം. കാരണം ശ്രീധരൻ അവിടെ മത്സരിച്ചപ്പോൾ 36% വോട്ട് കിട്ടി. അതെ, തുടക്കം മുതൽ ഏതാണ്ട് ഒരു 10-11 റൗണ്ട് വരെ 9,000-10,000 വോട്ടിൻ്റെ അടുത്ത് ഭൂരിപക്ഷം ഉയർന്നു നിൽക്കുന്ന ആ സ്ഥലത്ത് കൃഷ്ണകുമാറിന് ഏതാണ്ട് 1000-1200, അതായത് 2000 വോട്ടിൻ്റെ മേൽക്കൈ നേടാൻ കഴിഞ്ഞില്ല. പിന്നീട് വരുന്ന കോൺഗ്രസ് അനുകൂല മണ്ഡലം ഒക്കെ എണ്ണി വന്നപ്പോഴാണ് CPM-ന്റെ വോട്ടൊക്കെ. കോൺഗ്രസ് അനുകൂല മണ്ഡലങ്ങളിൽ സംഭവിച്ചത്, കോൺഗ്രസ് അനുകൂല മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു, മുനിസിപ്പാലിറ്റി പോളിംഗ് കൂടി. അപ്പോൾ പോളിംഗ് കൂടിയ സ്ഥലത്ത് കൃഷ്ണകുമാറിന് വോട്ട് കുറഞ്ഞു. അതാണ് ഒരു ഗൗരവമായി കാണേണ്ടത്. അതാണ് എനിക്ക് മനസ്സിലാവാത്ത ലോജിക്ക്. പാലക്കാട് നഗരസഭയൊക്കെ പോലും BJP സൂക്ഷിക്കണം എന്നുള്ളതിന്റെ കാര്യം. അതാ ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി BJPക്ക് കയ്യിൽ നിന്ന് പോകുമോ, ഇതാണ് പ്രശ്നം. അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അതിപ്പോൾ BJP കുറച്ചുകൂടെ കോൺഗ്രസിനെ പോലെയല്ല, കുറച്ചുകൂടെ ഉത്തരവാദിത്തോടെ തെരഞ്ഞെടുപ്പ് തോൽവിയും പരാജയവും വിജയവും ഒക്കെ വിലയിരുത്തുന്നൊരു പാർട്ടിയല്ലേ. ഒരു പക്ഷേ അത് സംഭവിക്കാം. പിന്നെ സന്ദീപ് വാര്യർ ഫാക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സന്ദീപ് വാര്യർ ചാമ്പ്യനായി ഭാവിക്കുന്ന സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യരുടെ ഈ പ്രസ്താവന കോൺഗ്രസിൻ്റെ ക്യാമ്പിലേക്ക് ഓടി വരുന്നു. എന്നിട്ട് പാൽ സൊസൈറ്റി മുതൽ ലോക്സഭ വരെ അല്ലെങ്കിൽ നിയമസഭ വരെ കൃഷ്ണകുമാർ എന്നുള്ള ആ ഇക്വേഷനെ പറയുന്നു. സന്ദീപ് വാര്യർ പോയാൽ BJP തകർന്നു പോകുന്നു, സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരാൾക്ക് പാർട്ടിയേക്കാളും വലുതാണ് ഞാനെന്ന് ഭാവിക്കാൻ ഒരവസരം കിട്ടി. പിന്നെ പറഞ്ഞൊരു ലോജിക്ക് ഉണ്ടായിരുന്നു, ഈ സന്ദീപ് വാര്യരുടെ അമ്മ മൂത്താൻ സമുദായത്തിൽപ്പെട്ടതാണ്, അച്ഛൻ വാര്യരാണ്, അതുകൊണ്ട് മൂത്താൻ വോട്ടുകൾ മുഴുവൻ മറിയും എന്നൊക്കെ പറഞ്ഞ ഒരു പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ഏതൊരു സ്ഥാനാർത്ഥിക്കും ഏതൊരു വ്യക്തിക്കും സ്വന്തം അടുപ്പക്കാരായ ഒരു ശൃംഖല ഉണ്ടാവും. അതെ, ഇപ്പോൾ എനിക്കറിയാവുന്നൊരു കാര്യം പറയാം. എന്നോട് അവിടെ നിന്ന് ഉള്ള സംഘപരിവാർ സോഷ്യൽ മീഡിയയിലൊക്കെ സംഘപരിവാറിന് അനുകൂലമായി വല്ലാതെ ഇടപെടുന്ന ഒരു സ്ത്രീ, ഞാൻ പേര് പറയുന്നില്ല കാരണം എനിക്ക് ഞാനുമായി നടത്തിയ ഒരു സ്വകാര്യ ചാറ്റാണ്, എനിക്ക് മെസ്സഞ്ചറിൽ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ABC ചാനലിൽ സന്ദീപ് വാര്യനെതിരെ ഉള്ള വീഡിയോസൊക്കെ ഒരുപാട് വരുന്നു, എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്, അത് വളരെ മോശമാണ്, ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറയുന്ന വീഡിയോകളൊക്കെ സന്ദീപിനെ അങ്ങനെ ഹാമൊന്നും ചെയ്തിട്ടില്ല, സന്ദീപ് എടുത്ത നിലപാട് മോശമാണ് എന്ന് പറയുന്ന വീഡിയോ നമ്മൾ ചെയ്തു. പ്രത്യേകിച്ച് RSSനെയും BJPയെയും നരേന്ദ്രമോദിയെയും വരെ തള്ളി പറയുന്ന ഒരു സംഭവം, അത് സന്ദീപ് ഒറ്റയടിക്കത് പറഞ്ഞിട്ട് പോയത് നമുക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. നമുക്കല്ല, കേരളത്തിലെ സംഘപരിവാർ കേന്ദ്രങ്ങളെ ഞെട്ടിച്ച കാര്യമാണ്. കാരണം ഇന്നലെ വരെ അതിനുവേണ്ടി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കിടക്കുകയാണ് ഇതൊക്കെ. മോദി എന്ന് പറഞ്ഞാൽ ആരാണ്, സംഘം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സന്ദീപ് എടുത്തൊരു നിലപാട്, അതിനോട് നമുക്ക് യോജിപ്പില്ല. അതല്ല, അവിടെ കുറച്ച് ജൂനിയർ പിള്ളേർ ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, അതിൽ നമ്മൾ ഇടപെടുന്നില്ല, കാരണം അവരൊക്കെ ചെറുപ്പക്കാരല്ലേ, ചെറുപ്പക്കാർ അവരുടെ വികാരം പ്രകടിപ്പിക്കും, എന്നാലും മോശമാണ്, സന്ദീപിന് അറിയാവോ എന്ന് പറഞ്ഞിട്ട് ഈ ഹാർഡ് കോർ ഓൺലൈൻ സംഗീതം എന്ന് പറയാവുന്ന ഈ യുവതി എന്നോട് പറയുന്നത് ഇപ്പോൾ സന്ദീപ് പറഞ്ഞ അതേ കാര്യങ്ങളാണ്. കൃഷ്ണകുമാർ എത്ര കാലമായി, ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. അത് സന്ദീപിൻ്റെ ഒരു അഡിക്റ്റായിട്ടുള്ളൊരു ഫാനാണ്. അങ്ങനെയുള്ള ആളുകളുണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ സ്വാധീനം, അപ്പോൾ അങ്ങനെയുള്ളൊരു 500 പേരുണ്ടെന്നിരിക്കട്ടെ, ഈ 500 പേർക്ക് ഓരോരുത്തരെ സ്വാധീനിക്കാൻ പറ്റിയാൽ റൂട്ടിൻ്റെ മാറ്റം ഉണ്ടാവും. അത് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ പെട്ടെന്ന് പോയത് എന്ന ചോദ്യം അത് പ്രസക്തമായ കാര്യമില്ല. സന്ദീപ് വാര്യർ പോകാനുള്ള തയ്യാറെടുപ്പിലായിട്ട് കുറേ കാലമായി.
കാരണം മുമ്പൊരിക്കൽ സന്ദീപ് വാര്യട്ടൊരു പോസ്റ്റുണ്ട് ഈ വ്യാപാര ശാലകളൊക്കെ ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടാൽ അത് വളരെ പെട്ടെന്ന് തകർക്കാൻ പറ്റും. അതെ അതെ. പക്ഷേ എത്ര പേരുടെ തൊഴിൽ പോകുമെന്ന് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് ചില വെള്ളം പൂശുന്ന ചില പോസ്റ്റുകൾ ഈ ഹലാൽ വിവാദമൊക്കെ വന്നപ്പോഴത്തേക്ക്. അതെ. ഇപ്പോൾ CPM-ന് വലിയ അടിത്തറയുള്ളൊരു മണ്ഡലമായിരുന്നു ശരിക്കും പാലക്കാട്. ഇപ്പം VS ഈ 2006 മത്സരിച്ചതിന് ശേഷം പാലക്കാടിന് CPM-ന് നല്ല ശക്തിയുണ്ട്. KK ദിവാരൻ എന്ന് പറയുന്ന അന്നത്തെ CITUവിൻ്റെ സംസ്ഥാന നേതാവായിരുന്നു. അന്ന് അവിടെ മത്സരിക്കാൻ ഇറങ്ങി, അദ്ദേഹം ജയിക്കുകയും ചെയ്തു. തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിലാണ് ഷാഫി പറമ്പിൻ്റെ മുമ്പിൽ KK ദിവാരൻ പരാജയപ്പെടുന്നു. അതിന് പകരം NN കൃഷ്ണദാസ് വരുന്നു, അദ്ദേഹം പരാജയപ്പെടുന്നു. അപ്പോൾ അവിടെയൊക്കെ CPM 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. കോൺഗ്രസിലേക്ക് വോട്ട് മറിച്ചത് കൊണ്ടാണ്, കാരണം BJP ആണ് പ്രഥമ ശത്രു എന്ന നിലയിൽ വോട്ട് മറിച്ചുകൊണ്ടാണ് വിജയിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഷാഫി പറമ്പിൽ 3-ാം തവണയും വിജയിച്ചത് ഷാഫി പറമ്പിൽ ഒരു വ്യക്തിപരമായ നിലപാട്, വ്യക്തിപ്രഭാവം ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ അതിന് സമാനമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടുത്തെ ജനങ്ങൾ കുറേയെങ്കിലും സ്വീകരിച്ചു. അയാൾക്കെതിരെ വലിയ നെഗറ്റീവ് ഒന്നും പറയാനില്ല, വളരെ ചിരിച്ചുകൊണ്ട്. പിന്നെ അമ്പലത്തിൽ പോയി നേരത്തെ പറയില്ലേ കുറിയൊക്കെ തൊട്ട്, ഇതൊക്കെ ഒരു തന്ത്രമാണല്ലോ. ഇതൊക്കെ വെച്ചിട്ട് 3 സ്ഥാനാർത്ഥികൾ നമ്മുടെ കൃഷ്ണകുമാർ എന്നും കുറി വിടുമായിരുന്നു. അതെ അതെ. സരിൻ കുറി തൊട്ട ഫോട്ടോ ഞാൻ കണ്ടു. അതെ, സരിൻ അമ്പലത്തിൽ പോയി ഈ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്, ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്നതാണ് അവിടുത്തെ ഒരു വലിയ അമ്പലം. ആ ക്ഷേത്രത്തിന് മുമ്പിൽ പോയിട്ട് 3 പേരൂടെ കുറി തൊടുന്നു. സരിൻ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കും. ഇതൊക്കെ CPM-ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. CPM പറഞ്ഞിട്ടാണ്. പിന്നെ CPM ആരാ അല്ല, പക്ഷേ ഈ സരിൻ്റെ ഈ പറയുന്ന സരിൻ വരുന്നതിനോട് താല്പര്യമില്ലാത്ത CPM ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അവരും ഈ പറയുന്ന പോലെ രാഹുലിന് കൃത്യമായിട്ട് വോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ അല്ല ഇക്വേഷൻ. അത് നോക്കണം. നമുക്ക് ഈ അവസാന പോളിംഗിൻ്റെ അവസാന സ്ഥിതി വന്നിട്ടില്ല, നോക്കണം. CPM വോട്ടുകൾ ചോർന്നിട്ടുണ്ടോ, ഇടതുപക്ഷ വോട്ടുകൾ ചോർന്നിട്ടുണ്ടോ, പിന്നെ ക്രോസ് വോട്ടിംഗ് എന്നുള്ള ഫാക്ടർ വന്നിട്ടുണ്ടോ. ക്രോസ് വോട്ടിംഗ് എന്നുള്ള ഫാക്ടർ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അങ്ങനെ ഉണ്ടപ്പോൾ ഈ BJP ശക്തി കേന്ദ്രങ്ങളിൽ എങ്ങനെ വോട്ട് കുറയുന്നത്. അതെ, അതൊരു BJP അതീവ ഗൗരവത്തോടെ പരിശോധിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. അപ്പോൾ അമിത ആത്മവിശ്വാസത്തോടെ BJP എവിടെയൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടുമോ അപ്പോഴൊക്കെ എന്തോ തിരിച്ചടി കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണെന്ന് അവർ പരിശോധിക്കേണ്ടതല്ലേ. അമിത ആത്മവിശ്വാസം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് കുറച്ചായിട്ട് ഒരു ഫ്രിഞ്ച് എലമെൻസ് ഉണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ, പെട്ടെന്ന് ശോഭാ സുരേന്ദ്രൻ്റെ ഫ്ലക്സ് വരുന്നു. ഇതൊക്കെ BJPയിലുള്ള ചില ഫ്രിഞ്ച് എലമെൻറ്റുകൾ ചെയ്യുന്നതാണ്. കാരണം പാർട്ടി തീരുമാനിച്ചിട്ടില്ല. പിന്നെ ആരാണ് ശോഭയ്ക്ക് വേണ്ടി അവിടെ പോസ്റ്റർ വെക്കുന്നത്? മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു. അതിനുവേണ്ടി ആര് ചെയ്യുന്നു? BJPക്കാരാണോ? BJPയിലുള്ള ആരെങ്കിലും? അതോ BJPയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന് ഫ്ലക്സ് ആകാം, അങ്ങനെയും വരാമല്ലോ. അതെ അതെ. ഈ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ നമുക്കൊരു പോസ്റ്റർ ഒട്ടിക്കണം. കോളേജ് രാഷ്ട്രീയ കാലത്ത് ചെയ്യുന്ന ഒരു പോസ്റ്റർ പടിയാണ് പരസ്യം പതിക്കരുത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു അല്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എതിരാളിയുടെ ഒരു പോസ്റ്റർ സംഘടിപ്പിക്കും, അതവിടെ കൊണ്ട് അവിടെ ഒട്ടിക്കും പരസ്യം പതിക്കുന്നത്. അപ്പോൾ അതവിടെ 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അവനാദ്യം വെച്ചല്ലോ, പിന്നെ 50 എണ്ണം നമ്മൾ ഒട്ടിക്കും. ഇങ്ങനെ ലൈനുണ്ട്. അത് ഒരു പക്ഷേ BJPയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനും ഒരു മാധ്യമ ചർച്ച ഉണ്ടാക്കാൻ ഒരു പക്ഷേ ന്യൂഡൽഹി സിനിമയൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതെങ്കിലും മാധ്യമക്കാരെ കൊണ്ടുവച്ച ഫ്ലക്സ് ആണെന്നും വരാം. ഏതായാലും അതേ പിടിച്ചിട്ട് ഒരു ഫ്ലക്സ് ബോർഡ് അടിക്കാൻ 500 രൂപ വേണം. കൊണ്ടുവച്ചിട്ട് ഒരു ചാനലുകാരന് അത് വിഷ്വൽ എടുത്തിട്ട് വേണ്ട ശോഭാ സുരേന്ദ്രന് വേണ്ടി ഫ്ലക്സ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്തയാക്കുന്നു. അത് കുറേ പേർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ മണ്ഡലങ്ങളിൽ നിന്നും മണ്ഡലങ്ങളിലേക്ക് പാറി നടക്കുന്ന കുറേ ആളുകൾ BJPയിലുണ്ടോ എന്ന് BJP പരിശോധിക്കണം. അതിനുവേണ്ടി നിൽക്കുന്ന ആളുകളുണ്ടോ? ഫ്രിഞ്ച് എലമെൻറ്റ്സ് ഉണ്ട്. പാർട്ടി അറിയാതെ പാർട്ടിക്ക് വേണ്ടി വ്യക്തി താല്പര്യങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ, അതും പരിശോധിക്കേണ്ട കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം സുരേഷ് ഗോപി എങ്ങനെയാണ് തൃശ്ശൂർ ജയിച്ചത്? സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ നിന്നു, മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ചു, അവിടെ പണിയെടുത്ത് ജയിച്ചത്. 5 വർഷം അവിടെ പണി. അതെ. ഇപ്പോൾ എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രന് നന്നായി വോട്ട് കിട്ടുന്ന ഒരു മണ്ഡലം ഉണ്ടെങ്കിൽ ശോഭ അവിടെ തന്നെ ഫോക്കസ് ചെയ്തുകൂടാ? സുരേന്ദ്രന് നിർണായക സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മണ്ഡലത്തിൽ എന്തുകൊണ്ട് സുരേന്ദ്രൻ ഒരു 5 വർഷം പ്രവർത്തിച്ചുകൂടാ? അതുപോലെ V മുരളീധരൻ ആവട്ടെ. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ BJP ചെയ്യേണ്ടതുണ്ട്. അത് സുരേഷ് ഗോപിയാണ് പാഠം, അല്ലേ? സുരേഷ് ഗോപി ഒരു പാഠമാണ്. ഇനി മാത്രമല്ല ഈ വോട്ടുകളുടെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഈ ഇലക്ഷന് തലേദിവസം നമ്മുടെ വോട്ട് ചെയ്തു, ഒരു വീഡിയോ ചെയ്തു. BJP ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ BJPയുടെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യണം. അതെന്തായാലും ജയിക്കും. കൃഷ്ണകുമാറല്ലേ ജയിക്കുമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ആവേശ സംഖ്യകളുണ്ട് BJPക്കാരെ. അവരെ എടുത്തുകൊണ്ടുപോയി, ഞാൻ ലിറ്ററലി പറയാം, വേണമെങ്കിൽ എടുത്തുകൊണ്ടുപോയി വോട്ട് ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. തൃശ്ശൂർ നടന്ന സിസ്റ്റമാറ്റിക്കായ പ്രവർത്തനമുണ്ട്. അത് BJP മാതൃകയാക്കണം എന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് BJPക്ക് TG നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞാണ്, ഓരോ മണ്ഡലത്തിലും 1000-2000 വോട്ടുകൾ പുതുതായി ചേർത്തുകൂടാ. കാരണം വോട്ട് ഇപ്പോൾ സിനു ഇപ്പോൾ ഓച്ചറയാണ് വീട്, അല്ലേ? ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നത്, എറണാകുളത്തൊരു അഡ്രസ്സ് ഉണ്ട്. സിനുവിന് വേണമെങ്കിൽ സിനുവിൻ്റെ വോട്ട് എറണാകുളത്തേക്ക് മാറ്റാം. എന്നിട്ട് മറ്റേ വോട്ട് ക്യാൻസൽ ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷന് കത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ വോട്ട് കിട്ടും. അങ്ങനെ എന്ത് വന്നാലും BJPക്ക് വോട്ട് ചെയ്യുന്ന കുറേ വോട്ടുകളെ BJPക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് മാറ്റി ചെയ്യാൻ എന്തുകൊണ്ട് കഴിഞ്ഞു? ഒരു മേൽവിലാസം മതി. അവരവിടെ എന്നിട്ട് ഓച്ചിറയോ എറണാകുളത്തോ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, ഇലക്ഷൻ വരുമ്പോൾ വന്ന് വോട്ട് ചെയ്യാമല്ലോ. ഒരു മേൽവിലാസത്തിൻ്റെ കാര്യമുണ്ട്. ഇതൊക്കെ പ്രായോഗികമായി എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണ്. BJP
ഇങ്ങനെ ചെയ്തു തുടങ്ങണം. മുമ്പൊരിക്കൽ സുരേന്ദ്രൻ BJPയുടെ അധ്യക്ഷനാകുന്ന സമയത്ത് ഞാൻ സുരേന്ദ്രൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്തു, കലാകൗമുദിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാനൊന്ന് സുരേന്ദ്രനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബൈബിളോ അല്ലെങ്കിൽ ഭഗവത്ഗീതയാണ് വോട്ടർ പട്ടിക. വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ മരിച്ചുപോയ ഉൾപ്പെടെയുള്ള ആളുകളുടെ വോട്ടുകൾ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ, സ്ഥലത്തില്ലാത്ത നമുക്കെതിരെയുള്ള ആളുടെ വോട്ടുകൾ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ, പുതിയ വോട്ടുകൾ ചെയ്യിക്കുന്ന കാര്യത്തിൽ BJP വളരെ പിന്നിലാണ്. വോട്ടർ പട്ടിക പഠിക്കുക എന്ന് പറയുന്ന അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ള പരിപാടി കേരളത്തിൽ സംഘടിതമായി ചെയ്യുന്ന CPM മാത്രമാണ്. അത് ശ്രദ്ധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു അത് ശരിയാണ്. BJP സുരേന്ദ്രൻ പ്രസിഡൻ്റായ ഉടനെയാണ്, പ്രസിഡൻ്റായതിനു ശേഷം 2-3 ദിവസം മുമ്പാണ് ഞങ്ങൾ BTH ഹോട്ടലിലിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ ശ്രദ്ധിച്ചു വരുന്നുണ്ട്. വോട്ടർ പട്ടിക വളരെ പ്രധാനപ്പെട്ട, അതിൽ പരമാവധി നമ്മുടെ ആളുകളെ വോട്ട് ചെയ്യുക, നമുക്കെതിരെ വരാവുന്ന കള്ളവോട്ടുകളായി വരാവുന്ന വോട്ടുകൾ റിമൂവ് ചെയ്യിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴും കേരളത്തിലെ പലയിടത്തും BJP പ്രവർത്തകർ വോട്ടർ പട്ടികയ്ക്ക് വേണ്ടിയുള്ള, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നിടത്തും പേര് നീക്കുന്നിടത്തുമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങുന്നതെന്ന് തിരിച്ചറിയുന്നുണ്ടോ എന്ന് സംശയമാണ്. ചിലയിടത്തൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസിക്കായിട്ട് ചെയ്തത്, ക്ലാസ്സായിട്ട് ചെയ്തത് എവിടെയാണ്? തൃശ്ശൂരാണ്. അതൊരു മാതൃകയാണ്. BJPക്ക് എന്തായാലും ഒരു വലിയൊരു അടി, ഒരു വലിയ പാഠമായി മാറട്ടെ എന്ന് പറയുന്നു. നമുക്ക് ഇത് സംബന്ധിച്ച് ഈ വോട്ടിൻ്റെ ശതമാനവും ഓരോ പ്രദേശങ്ങളിലെ വോട്ടിൻ്റെ ഡീറ്റെയിൽസ് വന്നതിന് ശേഷം വീണ്ടും നമുക്ക് സംസാരിക്കാം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വീണ്ടും വേദനിപ്പിക്കുന്നു. എന്തുകൊണ്ടാൽ BJP തോറ്റതുകൊണ്ടല്ല, നിയമസഭയിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും അല്ലാതെ ഒരു ശബ്ദം കേൾപ്പിക്കാനുള്ളൊരു അവസരം നഷ്ടമാക്കിയതുകൊണ്ട് ഖേദിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.